ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാം ജില്ലാ കൺവെൻഷനാണ് കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടന്നത്. നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ബിൽഡിംഗ് റൂൾ എങ്ങനെ ലളിതമാക്കാം, കെ-സ്മാർട്ടിന്റെ ബിൽഡിംഗ് പെർമിറ്റിലുണ്ടായ സ്വാധീനം, ലെൻസ്ഫെഡിൽ സ്കിൽ പാർക്കിന്റെ പ്രാധാന്യം, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്തു. ഭൂത് പതിവ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് നമുക്കുള്ളത്. ചട്ടങ്ങൾ ലംഘിച്ച് പണിത കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥ തലത്തില് വലിയ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ കാരണമാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇതിന് കാരണമാകുന്ന നിയമ ഭേദഗതികൾ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഈ ഭേദഗതി പ്രകാരം നിലവിലുള്ള പണിതീർത്ത കെട്ടിടങ്ങൾക്ക് ചെറിയ പിഴ മാത്രം ഈടാക്കിക്കൊണ്ട് ജില്ലയിലെ 200 എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തില് 20,000-ലധികം പേര് ഈ സംഘടനയിൽ അംഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. നമ്മുടെ ജില്ലയിൽ തന്നെ 250 പേര് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ അനുദിന പ്രവർത്തനങ്ങളിൽ പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് നിർമ്മാണ മേഖലയും പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും. അതിന് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സ്, അതുമായി പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന ആ രംഗത്ത് വളർന്നു വരുന്നത്, അതിന് കൂട്ടായ പ്രവർത്തനത്തിന് പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയത് ഏറ്റവും നന്നായി. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നന്നായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, പ്ലാൻ വരയ്ക്കാനായിട്ട് കുടുംബശ്രീയെ ചുമതലപ്പെടുത്തി രൂപപ്പെടുത്താനായിട്ടൊക്കെ വന്ന് തീരുമാനങ്ങൾ പിൻവലിയാൻ സാധിച്ചത് നിങ്ങളുടെ നല്ല ഇടപെടലുകൊണ്ട്. ഓരോ തീരുമാനങ്ങളും വരുന്നത് എല്ലാ തലങ്ങളിലൂടെയും ഉള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കണം എന്ന നിർബന്ധം വിചാരിക്കാൻ പറ്റില്ല. എന്നാൽ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ വിഷയങ്ങൾക്കൊക്കെ അതിൻ്റെതായ മാറ്റം ദർശിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു കാര്യമാണ് അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനം. അത് ഈ സംഘടനയുടെ ഒരു മെച്ചമാണ്. സംസ്ഥാനത്തെ സംഘടന പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളും നേടിയെടുക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. വിവിധ തലങ്ങളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തം വഹിക്കുന്ന ഒരു വഴിക്ക് യാത്ര ചെയ്താൽ ഞാൻ എൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണ്. ഒരു കെട്ടിടം സമാനമായി മറ്റൊരു കെട്ടിടമില്ല. 1,00,000 വീട് പണിതാൽ 1,00,000 വീടിന് എന്തെങ്കിലും ഒരു മാറ്റം ഉറപ്പാണ്. അതെങ്ങനെ സാധ്യമാകും? ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒഴിച്ചാൽ നിർമ്മിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആ മാറ്റങ്ങൾക്ക് വിധേയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആർക്കിടെക്ട്, ആ ടെക്നോളജിയാണ് അതിൻ്റെ സാങ്കേതിക വൈഭവം. അത് പുലർത്തിയെടുക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മുഖമാണ്, കേരളത്തിൻ്റെ ഐശ്വര്യമാണ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് എനിക്കൊരു നിവേദനം നൽകിയത്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് രാഷ്ട്രീയപരമായ മാനം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല.
ഞാൻ കഴിഞ്ഞ 23 വർഷക്കാലമായി വിഷയം ശ്രദ്ധിക്കുന്നുണ്ട്. 24 വർഷം MLA വന്ന കാലം മുതൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ വിഷയം പരിഹരിക്കലിന് ആവശ്യം വേണ്ടിവരുന്ന നിയമനിർമ്മാണം മാത്രമാണെന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങളെ ശല്യപ്പെടുത്തിയില്ല. മാറി വന്ന ഒരു ഗവൺമെന്റിനും എതിരായിരുന്നില്ല. എന്നാൽ പാരിസ്ഥിതിക നദികളെല്ലാം കോടതിയിൽ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി കോടതി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് പട്ടയത്തിലേക്ക് പോയതും പട്ടയത്തിൽ രേഖപ്പെടുത്തിയ പ്രകാരം വീട് വെക്കാനും കൃഷിക്ക് മാത്രമായി ഉപയോഗിക്കേണ്ട ഈ പട്ടയത്തിൽ ചെയ്ത നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് നമുക്ക് വലിയ തിരിച്ചടിയായി. നമ്മൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ഗവൺമെന്റ് തന്നെ ഹൈക്കോടതി എടുത്ത അതേ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചു. സുപ്രീം കോടതിയിലെ ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുക മാത്രമേ സാധ്യതയുള്ളൂ. ആ നിയമനിർമ്മാണത്തെ പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ബുദ്ധിമുട്ട് തോന്നും. ഇവിടെ നിർമ്മിച്ച വീടുകളും കെട്ടിടങ്ങളും കൊമേഴ്ഷ്യൽ പർപ്പസുള്ള കെട്ടിടങ്ങളെല്ലാം ക്രമവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യപടി. അതിനാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. ആ നിയമ ഭേദഗതി കൊണ്ടുവന്നതിന്റെ ചട്ടങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. ഒരാശങ്കയുടെ ആവശ്യമില്ല. ഗവൺമെന്റ് ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ശാശ്വതമായ ആ വിഷയം പരിഹരിക്കുന്നതിനുള്ള ആദ്യ സ്റ്റെപ്പാണ് നിയമനിർമ്മാണം. അതിന്റെ ചട്ടങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന അതിനുശേഷം വന്ന തുടർ നടപടികളും പിന്നീട് വന്ന ചില വിഷയങ്ങളും എല്ലാം ഇതിനെപ്പെട്ടില്ല. ഇപ്പോൾ വയനാട് 1.5 മാസം നമുക്ക് നഷ്ടമായി. ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാതിരിക്കാൻ പറ്റുമോ? ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് PN ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അസോസിയേഷൻ പ്രസിഡന്റ് ലതീഷ് M, ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, ലെൻസ്ഫെഡ് സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ T, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ മുരളി, സംസ്ഥാന കറസ്പോണ്ടന്റ് സെക്രട്ടറി PB അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K അലക്സാണ്ടർ, KG സുരേഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ബിജു ജോസഫ്, ജിബിൻ ബേബി, ജില്ലാ ട്രഷറർ രാജേഷ് S, PM സനിൽകുമാർ, അഗസ്റ്റിൻ ജോസഫ്, മനീഷ് S എന്നിവർ സംസാരിച്ചു. കൺവെൻഷന്റെ ഭാഗമായി നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന 20 സ്റ്റാളുകളുടെ പ്രദർശനവും നടന്നു. ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി, ജില്ലാ ട്രഷറർ രാജേഷ് S, ജില്ലാ വൈസ് പ്രസിഡന്റ് K അലക്സാണ്ടർ, കട്ടപ്പന ഏരിയ പ്രസിഡന്റ് സിറിൽ മാത്യു, അഗസ്റ്റാൻ ജോസഫ്, അരുൺ റാം എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.